എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയോട് സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇത് ഫ്രണ്ട് പീസാണ് വെച്ചേക്കുന്നത് കേട്ടോ, ഫ്രണ്ട് യോക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇവിടെ വേറെ ഏതെങ്കിലും കളറിലുള്ള യോക്ക് നിങ്ങൾക്ക് ഇതേ അളവിൽ വെട്ടിയെടുക്കാം. പക്ഷെ നമുക്കിപ്പോൾ എനിക്ക് ഇതേ തുണി ആയതുകൊണ്ട് ഇതിലിനി വേറെ ഏത് യോക്ക് വെച്ചാലും ഇതുമായിട്ട് മാച്ച് ചെയ്യത്തില്ല. ഈ കളറും കൂടി ആയതുകൊണ്ട് ഇനി ബ്ലാക്ക് വെച്ചാൽ ഏത് വെച്ചാലും അത് ഒരു വൃത്തികേടായിട്ട് മാറും. അപ്പം നമുക്കത് അഭംഗിയായി പോകും. അതുകൊണ്ട് ഇത് സെയിം പീസ് തന്നെയാണ് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേറെ ടൈപ്പ് തുണിയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ യോക്കിൽ വയ്ക്കാം. അതുമായിട്ട് മാച്ച് ചെയ്യുന്ന തുണി, കളറുള്ള തുണി കിട്ടുകയാണെങ്കിൽ, ഡിസൈനുള്ളത് വേണം കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള വയ്ക്കരുത്. കിട്ടുകയാണെങ്കിൽ അതങ്ങനെ വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഫ്രണ്ടിൽ പൈപ്പിംഗ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിലൊരു വൈറ്റ് കളറിലുള്ള ഡിസൈനാണ് ഉള്ളത്. അതുകൊണ്ട് വൈറ്റ് കളറിലുള്ള ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് പൈപ്പിംഗ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് രണ്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യും. 1/2 ഇഞ്ച് ഇടണ്ട, എങ്കിൽ പൈപ്പിംഗ് കൂടുതൽ വീതിയായിപ്പം പൈപ്പിംഗ് ചെറുതായിട്ട് വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ ഇത് കാണിച്ചു തരാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടു, ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ഇഞ്ച് വീതിയിലാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് എത്രയാണോ നമുക്ക് വീതി വേണ്ടത്, ഞാൻ 1/4 ഇഞ്ചാണ് വച്ചേക്കുന്നത്. വേണമെങ്കിൽ ആ 1/4 ഇഞ്ച് വീതി നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടി നൈസായിട്ട് ഈ രീതിയിൽ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ, വീതി കുറച്ചുള്ള പൈപ്പിംഗ്. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ബാക്കി വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്രയും വീതി വേണ്ടല്ലോ, നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി കട്ട് ചെയ്തിട്ടുണ്ട്, അതായത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത്രയും വീതിയിലാണെങ്കിൽ അങ്ങനെ, കുറച്ചുകൂടി വീതി കുറച്ച് ആണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ മടക്കണം, ഒരു മടക്കണം, മടക്കിയിട്ട് പിന്നെ വേണം ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെയും നല്ല നീറ്റായിട്ടിരിക്കും. ആദ്യം ഒരു മടക്കുക, അതിനുശേഷം വീണ്ടും ഒരു മടക്കും കൂടെ മടക്കിയിട്ട് എത്ര വീതിക്ക് വേണം അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ചെയ്തതിന് ശേഷം കാണിക്കാം. ഇങ്ങനത്തെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ, ഇതുപോലെ ആയിരിക്കണം പൈപ്പ്. നിങ്ങൾക്ക് വീതി കൂടുതൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പം അകവശം ഇതുപോലെ വരും. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി വീതി കൂട്ടി വേണം നമ്മൾ ക്രോസ് പീസ് എടുക്കാൻ, എങ്കിലേ നമുക്ക് മടക്കി അടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഞാൻ ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടത്, ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്, എങ്കിലേ അത് പതിഞ്ഞിരിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ മടക്കിയിട്ടല്ലേ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത്, എന്നിട്ട് വീണ്ടും ഇവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തേക്കണം. എന്നിട്ട് കുറച്ച് വിട്ടിട്ട് ഒരു 1/4 ഇഞ്ചോളം വിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തേക്കണം. അപ്പോൾ ഇത് യോക്ക് ഭാഗത്തിൽ പൈപ്പിംഗ് ആയി. ഇനി നമുക്ക് ബാക്ക് ഭാഗം എടുക്കണം. ബാക്ക് യോക്കില്ലേ, അതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നു, ആ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് നമ്മൾ അടിക്കുക. അടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് മറിച്ചിടുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ തയ്യൽ തുമ്പില്ല, അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇത് പതിച്ചടിക്കുന്ന മുമ്പ് നമ്മൾ ഈ ബാക്ക് യോക്കും ഫ്രണ്ട് യോക്കും എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഇവിടെ നമ്മൾ ഈ ക്രോസ് പീസിലെ ബാക്കിൽ അത് ഇങ്ങോട്ടേക്ക് ഇട്ടേക്കണം. അവിടെ നിന്ന് ചേർത്ത് വെച്ച് കണ്ടത് ഇങ്ങനെ എടുക്കണം കേട്ടോ. ചേർത്ത് വെച്ചിട്ട് എടുത്തിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ആക്കണം. ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക, 1/2 ഇഞ്ച് തയ്യൽ തുമ്പോട്ട്. അതുപോലെ ഇതും ഈ സൈഡും ഇങ്ങോട്ടേ എടുത്തിട്ട് ഈ ക്രോസ് പീസ് അങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഇനി ചേർത്ത് വയ്ക്കണം കേട്ടോ. ഒരു പിൻ വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇതാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഷോൾഡർ ഇതുപോലെ ഷോൾഡർ കൂട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നല്ല വശം, ബാക്ക് പീസിൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് പതിച്ചടിക്കപ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് ബാക്ക് പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്നേ വരണം. നൈറ്റ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിന്നേ വന്നിട്ട് ഇതിൽ കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ പതിച്ചടിക്കണം. പതിച്ച് ഫുൾ അടിച്ചതിന് ശേഷം നമ്മുടെ ചീത്ത വശം എടുത്തിട്ടിട്ട് നമ്മൾ പതിച്ചടിക്കപ്പോൾ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇതിൽ കൂടി കണ്ടോ, ഇതിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ പതിച്ചടിക്കപ്പോൾ ഈ പീസ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ പതിഞ്ഞിരിക്കണ്ടേ. അപ്പം നമ്മൾ ചീത്തവശം എടുത്തിട്ടിട്ട് ഇതിൽ കൂടി ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അപ്പോൾ നെക്ക് കംപ്ലീറ്റ് ആവും. ഞാൻ ചെയ്തിട്ട് കാണിക്കാം. ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നെക്ക് ഇടും. നമ്മൾ അയൺ ചെയ്യുമ്പോൾ നെക്ക് നല്ല കുറച്ചുകൂടെ
കേട്ടോ. പതിഞ്ഞിരിക്കും കേട്ടോ. ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ അയൺ ചെയ്യപ്പോൾ ഇങ്ങനെ ഇരിക്കും. അയൺ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ കൊടുക്കാൻ നേരത്ത് അയൺ ചെയ്യും. ഇങ്ങനെ ഇരിക്കും. മുകളിൽ പതിച്ചടിച്ചു. തിരിച്ച് ഞാൻ പറഞ്ഞതുപോലെ മടക്കി വെച്ചിട്ട് കണ്ടോ ഇതുപോലെ അടിക്കണം. അടിക്കപ്പം നമുക്ക് ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് വരും കണ്ടോ. സെയിം കളർ നൂല് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് ഉള്ളതൊന്നും അങ്ങനെ പെട്ടെന്ന് അറിയത്തില്ല. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്ലീറ്റ്സ് സ്കേർട്ട് ഭാഗം എടുക്കണം. സ്കേർട്ട് ഭാഗം ഒരു സ്കേർട്ട് എടുക്കണം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ ചരിച്ച് കട്ട് ചെയ്ത ഭാഗം. അതുപോലെ ഇവിടെയും ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെൻറ്ററും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പ്ലീറ്റ്സ് എടുക്കണം. പ്ലീറ്റ്സ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഈ യോക്ക് ഭാഗം ഇങ്ങനെ വേണം വരാൻ. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ സെൻറ്ററും കൂടെ വച്ചിട്ട് ഈ ഭാഗം ഈ ചരിഞ്ഞ ഭാഗത്തിലോട്ട് വരണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മളവിടെ ചരിച്ച് കട്ട് ചെയ്തില്ലേ സ്കേർട്ട് ഭാഗത്ത്, ഈ ഭാഗം ഇത് ഇവിടെ ഞാൻ ചരിഞ്ഞിരിക്കുന്നു. അതും ഇവിടുത്തെ ഈ ആം ഹോളിൻ്റെ ചരിവും കൂടെ ചേർത്ത് വരണം. അപ്പോൾ അതുവരെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം. അപ്പം ഇവിടെയും അതുപോലെ തന്നെയാണ് വരേണ്ടത്. ഈ ചരിഞ്ഞ ഭാഗവും കൂടെ ചേർന്ന് വരത്തക്ക രീതിയിൽ പ്ലീറ്റ്സ് ഇടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്ററിൽ നിന്നും കുറച്ച് പ്ലീറ്റ്സ് ഇങ്ങോട്ടേക്ക് കൊടുക്കണം, ഇവിടേക്കും എടുക്കണം. എന്നിട്ട് നമ്മൾ വച്ച് നോക്കണം കറക്റ്റാണോ എന്ന്. വച്ച് നോക്കിയതിന് ശേഷം പ്ലീറ്റ്സ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം, കൂടുതലാണെങ്കിൽ അഴിച്ചാൽ. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് പ്ലീറ്റ്സ് ഇട്ടിട്ട് കാണിച്ചു തരാം. പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും കുറച്ച് സ്ഥലം വിട്ടിട്ട് പ്ലേറ്റ്സ് ഇങ്ങോട്ടേക്ക് എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങ് എടുത്ത് ഇവിടെ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടു. ഇവിടെ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടു, ഇവിടെയും കുറച്ച് ഗ്യാപ്പ് ഇട്ടു കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ യോക്ക് ഭാഗം ഒന്ന് വച്ച് നോക്കണം. ഇതാണ് യോക്ക് ഭാഗം. ഞാൻ ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സൈഡ് ഞാൻ കാണിച്ചു തരാം. യോക്ക് ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററും നമ്മുടെ പ്ലീറ്റ്സിൻ്റെ സെൻറ്റർ ഇതാ ഞാൻ ഇവിടെ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ കട്ട് ചെയ്തത്. അതും കൂടെ തമ്മിൽ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് ഇങ്ങനെ വയ്ക്കുക. വച്ചിട്ട് നമ്മൾ ഇതുപോലെ വച്ച് നോക്കണം. ഇതുപോലെ ഇങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കപ്പോൾ ഇതിപ്പോൾ ഞാൻ വച്ച് നോക്കിയപ്പോൾ എന്താണ്, എനിക്കിതാ യോക്ക് ഭാഗം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്? പ്ലീറ്റ്സ് ഒരെണ്ണം എടുത്തു കൊടുക്കണം, എങ്കിൽ യോക്ക് ഭാഗമായിട്ട് ചേർത്തു. അതുപോലെ നമ്മൾ ഇവിടെ ഇങ്ങനെ വച്ച് നോക്കണം. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഒരു പ്ലീറ്റ്സ് എടുത്തു കൊടുക്കണം. അല്ല ഇനിയിപ്പം പിന്നെ ഈ ഭാഗം കുറവും ഇത് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു പ്ലീറ്റ്സും കൂടി ഇട്ട് കൊടുക്കണം. ഇങ്ങനെ വച്ച് നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇവിടെ ഒരു പ്ലീറ്റ്സ് അഴിച്ചു കൊടുക്കും. നല്ല വശവും സെൻറ്ററും തമ്മിൽ വയ്ക്കും. ഇതിൻ്റെ സെൻറ്ററും നല്ല വശവും ചേർത്ത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും തിരിച്ചിങ്ങോട്ടേക്കും വരിക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഇവിടെ കെട്ടിട്ട് നിർത്തണം. അതിനുശേഷം നമ്മൾ നല്ല ഭാഗം, അതായത് ഇപ്പം നമ്മൾ ഇതുപോലെ വരും. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഭാഗം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ഇതുപോലെ വരും. വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റിച്ച് ചെയ്തിട്ട് ഈ തയ്യൽ തുമ്പ് യോക്ക് ഭാഗത്തോട്ട് ചേർത്ത് വെച്ച് മുകളിലോട്ടാക്കി വെച്ചിട്ട് ഈ മുകളിൽ കൂടി നമ്മളൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം. എങ്കിൽ പ്ലീറ്റ്സ് നന്നായിട്ട് ഇരിക്കത്തുള്ളൂ. അല്ലാതെ ഈ പ്ലീറ്റ്സ് കൂടി നമ്മൾ അടിക്കരുത്. യോക്ക് ഭാഗത്തിൽ വേണം അടിക്കാൻ കേട്ടോ. അപ്പം ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് കാണിക്കാം. ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് തയ്യൽ തുമ്പ് മുകളിലോട്ടാക്കി പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവാണ് വെക്കേണ്ടത്. അപ്പം ഞാൻ സ്ലീവ് ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കട്ടിങ് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എന്താ സൈഡാക്കി വേറെ പീസുകൾ വെച്ച് ജോയിൻ ചെയ്തിട്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ അളവ് എങ്ങനെ എടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ്, അതായത് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ ആം ഹോളിൻ്റെ അവിടെ വന്ന് നമ്മൾ ഇങ്ങനെ അളക്കുമ്പോൾ 10.5 ഇഞ്ച്. അപ്പോൾ 10.5 ഇഞ്ചാണ് നമുക്ക് ഈ തുണിയുടെ വണ്ണം വേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ടായിട്ടല്ലേ മടക്കിയിടുന്നത്. അപ്പോൾ രണ്ട് സൈഡും കൂടെ ആകുമ്പം 21 ഇഞ്ച് വന്നോളും. നമ്മൾ ഒരു സൈഡിലല്ലേ അളന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ അളവ് വേണം നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് എടുക്കേണ്ടത്. കണ്ടോ, രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ അളവ് എത്ര വരണം? 10.5 വരണം. ഞാനിവിടെ കണ്ടോ 10, 11, ഒരു അരഞ്ച് കൂടുതലുണ്ടായാലും കുഴപ്പമില്ല, കുറവായി പോകരുത്. നിങ്ങൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾക്ക് 11 ഇഞ്ച് വരും. എങ്കിൽ നിങ്ങൾ അര ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം അളന്നതുകൊണ്ടാണ് 10.5 വന്നത്. കാരണം അപ്പോൾ അര ഇഞ്ച് ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് മതി. ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനോട് അര ഇഞ്ച് കുറച്ചിട്ട് ഇവിടുത്തെ വണ്ണം എടുക്കണം. അപ്പോൾ ഇവിടുത്തെ വണ്ണം
ഇതുവരെ ഉണ്ടായിരുന്നുള്ള തുണി ഞാൻ ഇവിടെ ഒരു പീസ് ജോയിൻ ചെയ്തു, തിരിച്ച് ഇവിടെയും ഒരു പീസ് ജോയിൻ ചെയ്തു, രണ്ട് സൈഡിലും ഇവിടെയും ചെയ്തു, ഈ ഭാഗത്തും ചെയ്തു. എന്നിട്ടാണ് നാം പിന്നെ ഇവിടെ നിന്ന് ലെങ്ത് 8.5, ഇവിടെയും നമ്മൾ ലെങ്ത് 8.5 അളന്നിട്ട് തിരിച്ച് അവിടെ നിന്ന് 3 ഇഞ്ച് താഴ്ത്തി വരച്ച് ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്താൽ 3 ഇഞ്ചിൽ കൊണ്ട്, എന്നിട്ട് കൈവണ്ണം 6.5 1 ഇഞ്ചും കൂടെ കൂട്ടി 7.5 എടുത്തു. ആ 7.5 കൊണ്ട് നമ്മളിങ്ങനെ മുട്ടിക്കണം, എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? സ്ലീവിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ മുമ്പുള്ളതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്ക് ഈ പീസ് എടുക്കുക, നമ്മൾ ഷോൾഡർ എടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററും നമ്മൾ സ്ലീവിൻ്റെ സെൻറ്ററും നല്ല വശവും ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. തിരിച്ച് വന്നിട്ട് ഇവിടെ വരിക, വീണ് താഴോട്ട് പോവുക, അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തുക. എന്നിട്ട് ഇതിങ്ങനെയോട്ട് ഇടപ്പം ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ വരപ്പം നമ്മൾ ഈ അടിച്ച തയ്യൽ തുമ്പില്ലാതെ ഈ പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിൽ കൂടി ഒന്ന് പതിച്ചടിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മുകളിൽ കൂടി പതിച്ച്, എന്തിനാണ് നമുക്ക് നൈറ്റിയൊക്കെ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ സൈഡ് ഇതുപോലെ ചെയ്യുക. എന്നിട്ട് സൈഡ് പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട്, കാരണം പ്ലീറ്റഡ് നൈറ്റി ആയതുകൊണ്ട് നമുക്ക് നമ്മൾ കറക്റ്റ് അളവെടുത്താൽ ചിലപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ ഇറക്കാൻ വരും. അതുകൊണ്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ച് പോവുക. താഴ്ഭാഗം മടക്കി അടിക്കുക. താഴ്ഭാഗം മടക്കി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ലെന്ത് എത്രയാണോ വേണ്ടത് അത് ഈ സമയത്താണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യമേ കട്ട് ചെയ്തത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അളന്നിട്ട് മടക്കി അടിക്കാനുള്ള തയ്യൽ തുമ്പിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുക. അല്ല ഫുള്ളായിട്ടാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ നോക്കണം ലെവലാണോ എന്ന്. ലെവൽ അല്ലെങ്കിൽ ലെവൽ ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മടക്കി അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിയും. അപ്പോൾ ഞാൻ ഇത് ഫുൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് കണ്ടോ. ഞാൻ ടേസൽസും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ബട്ടൺസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അയൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് എല്ലാവരും ഇത് ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പ്ലീറ്റ് നൈറ്റി ആണെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും ഉള്ള കാര്യമില്ല. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. ബിഗിനേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നൈറ്റി ബിസിനസ്സിൽ ഈ മോഡൽ നൈറ്റിയൊക്കെ എല്ലാവരും ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് തയ്ച്ച് നോക്കുക. ചിലപ്പോൾ ആദ്യ പ്രാവശ്യം ശരിയായില്ലെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇട്ടാലേ ഇതിൻ്റെ നല്ല ലുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കസ്റ്റമർ ആയതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ തറയിൽ ഇങ്ങനെ ഇട്ടേക്കുന്നത് കൊണ്ട് അതിന് നെക്കൊക്കെ വളഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇട്ട് വരുമ്പോൾ നല്ല കറക്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.